ദൈവത്തിലെ നീ നിൽക്കുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച 10,000 കണ്ണീരൊക്കെ ദൈവം തുടച്ച ദൈവികമായ സ്ഥലത്താണ് നിൽക്കുന്നത്. നീ നിൽക്കുന്നതല്ല, നിന്നെ നിർത്തിയതാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരം എന്റെ ശിരസിൽ വെക്കണമേ. അടിപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി എന്റെ ശിരസിലൂടെ ഒഴുകട്ടെ. ശിരസിന്റെ രോഗങ്ങള്, ശിരസിന്റെ സൃഷ്ടികള് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശിരസിലെ ക്യാൻസർ, കർത്താവിന്റെ നാമത്തിൽ, കർത്താവിന്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. എന്റെ തൊണ്ടകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുറിവാർന്ന ആണിപ്രദാ അത്ഭുതകർത്താവ് തൊണ്ടകളെ സ്പർശിക്കണമേ. സ്പോണ്ടിലോസിസ് രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ടോൺസിൽ രോഗങ്ങള്, തൊണ്ട വീക്കങ്ങള് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. എന്റെ കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന ആണിപ്രദാണെന്ന അത്ഭുതകരം ശ്വാസകോശങ്ങളിലെ വെക്കണമേ. അടിപ്പിണ പോലെ ദൈവികമായ ശക്തി ശ്വാസകോശങ്ങളിലെ പ്രസരിക്കട്ടെ. വലിവ് രോഗങ്ങള്, ഹൃദയരോഗങ്ങള്, വാൽവ് രോഗങ്ങള്, ബ്ലോക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ, കരള് രോഗങ്ങള്, രോഗങ്ങള്, പാൻക്രിയാസ് രോഗങ്ങള് ഈശോയുടെ നാമത്തില് മാറിപ്പോകട്ടെ. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി എന്റെ ശ്വാസകോശങ്ങളെ യേശുവിന്റെ രക്തത്താൽ കഴുകട്ടെ. മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 അടിവയറ്റിലും വയറിലും കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
കാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും കർത്താവായ ദൈവമേ, കുടൽ രോഗികള്, അൾസർ രോഗികള്, അർശസ് രോഗികള്, അതുപോലെ തന്നെ നടുവേദനയുള്ളവര്, ഹിപ്പിന് വേദനയുള്ളവര് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഉദരരോഗങ്ങള്, രഹസ്യ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ അടിപ്പിണ പോലെ കഥം പോലെ ദൈവികമായ ശക്തി ഇടിച്ചിറങ്ങട്ടെ. ദൈവത്തിന്റെ ശക്തിയാൽ മാരകരോഗങ്ങള്, അസ്ഥിരോഗങ്ങള്, കുഴകളുടെ രോഗങ്ങള്, വാതരോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള് നാമത്തിൽ രക്തത്താൽ കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. സാമ്പത്തിക ഒരു യോഗ്യതയാണ്. ഇപ്പം അതുൽ ജോർജിൻ്റെ പ്രശ്നം എന്താണ്? അവന് UK പോകണം, ഉപരിപഠനം നടത്തണം. പക്ഷെ അവൻ്റെ പ്രോബ്ലംസ് അവൻ്റെ അയോഗ്യത എന്തൊക്കെയാണ്? ഒന്ന്, ആകപ്പാടെ ഉള്ളത് അവൻ്റെ ആസ്തി എന്താണ്? അവൻ്റെ ആസ്തി എന്ന് പറയുന്നത് ആഗ്രഹം മാത്രമാണ്. വെറും ആഗ്രഹം, അതായത് ഒന്നുമില്ല, മറ്റ് സാമ്പത്തിക സെറ്റപ്പോ ഒന്നുമില്ല, ആഗ്രഹം മാത്രമേ ഉള്ളൂ. UK പോയി ഉപരിപഠനം നടത്തണം, അതേ ആഗ്രഹമുള്ളൂ. പിന്നെ ഉള്ളതെന്ന് അതിനെന്താ ഉള്ളത്? അതിന് അടിസ്ഥാനം എന്താ? വിശ്വാസം. ദൈവം എന്നെ ഏറ്റെടുക്കും. അതെന്ത് ദൈവമാണ്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സമയത്തിൻ്റെ മേലും സ്ഥലത്തിൻ്റെ മേലും അധികാരിയായ ദൈവം. അതാ ഒന്ന് പറഞ്ഞ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സമയത്തിന്റെ മേലും സ്ഥലത്തിന്റെ മേലും അധികാരിയായ ദൈവമാണ് എൻ്റെ അവകാശം. അപ്പോഴേ ഇതിലാണ് നമ്മൾ ആശ്രയം വെക്കുന്നത്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവനെന്താ ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? അവന് ആ വിശ്വാസമുണ്ട്, പിന്നെ എന്ത് ചെയ്യും? ആഗ്രഹമുണ്ട്. രണ്ട് കാര്യമാണ് അവൻ പറയുന്നുണ്ട്. എനിക്ക് രണ്ട് വിഷയമാണ് എനിക്കുള്ളത്. ഒന്ന് വിശ്വാസമുണ്ട് എനിക്ക്, പിന്നെ എന്താ ഉണ്ട് എനിക്കുള്ളത്? ആഗ്രഹമുണ്ട്. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം വർക്ക് ചെയ്യുമ്പോൾ ആണ് ഞങ്ങളെല്ലാവരും ഉടമ്പടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റ് നിങ്ങൾ അവലംബിച്ചിരിക്കുന്ന ആസ്പദങ്ങളെല്ലാം ടോർപ്പഡോ ചെയ്യും. അതല്ല ഞാനിപ്പോൾ ചെയ്തത്. ഇതൊരു ഓപ്പറേഷനാണ്, സുവിശേഷ പ്രഘോഷണം ഒരു ഓപ്പറേഷനാണ്. അതായത് നിങ്ങളുടെ ഉള്ള വിശ്വാസം കറക്റ്റ് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി, ദൈവത്തിലേക്ക് മാത്രമാക്കാൻ വേണ്ടി നിങ്ങളെ ആശ്രയം വച്ചിരിക്കുന്ന എല്ലാ ആസ്പദങ്ങളെന്ന് പറയുന്നത് എന്താണ്? ആശ്രയം വച്ചിരിക്കുന്ന പണം, വീട്, ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, മെറിറ്റുകൾ, മാർക്ക്, നിങ്ങളുടെ കലിബർ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാത്തിനും ടോർപ്പഡോ ചെയ്ത് കളയും. എന്താ കാര്യം? നിങ്ങളെ ഫുള്ളായിട്ട് ദൈവത്തിലേക്ക് പതുക്കെ മൂവ് ചെയ്ത്, ഇതൊരു ഓപ്പറേഷനാണ് ശരിക്കും. നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ദൈവത്തെക്കാൾ പ്രാധാന്യമായിട്ട് വേറെ നിങ്ങളുടെ മെറിറ്റിൽ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെറിറ്റ് പലപ്പോഴും സ്ലോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ സ്ഥിര യോഗ്യത, ബുദ്ധി, ശക്തി, വിദ്യാഭ്യാസം, നിങ്ങളുടെ മാർക്ക്, റാങ്ക്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള സ്ഥിര യോഗ്യതകളില്ലേ,
സ്ഥിര യോഗ്യതയിൽ അതാണ് മെരിട്ടെന്ന് ബൈബിൾ പറയണത്. ഈ മെരിറ്റിൽ റിലേ ചെയ്ത് കഴിഞ്ഞാൽ, റിലേ ചെയ്യാൻ പാടില്ലെന്നല്ല, റിലേ ചെയ്യാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം വരാൻ പോണത്, മെരിറ്റ് നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേർക്ക് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് മാത്രമല്ലല്ലോ. മനസ്സിലായില്ലേ? 80 സീറ്റ് ഉണ്ടെങ്കിൽ 800 പേര് മെരിറ്റുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രസക്തി? 80 സീറ്റേ ഉള്ളൂ, അതിന് 800 പേരുടെ മെരിറ്റുള്ള 800 പേരുണ്ട്. പിന്നെ നിങ്ങളെ തന്നെ സെലക്ട് ചെയ്യണമെന്ന് എന്താ നിർബന്ധം? ഒരു നിർബന്ധമില്ല. അവിടെ വെച്ച് നിങ്ങളുടെ മെരിറ്റ് പൊളിയും. അതുകൊണ്ട് ആവശ്യമില്ല ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെരിറ്റ്. ഉടമ്പടിയിൽ നമ്മൾ ട്രിം ചെയ്ത് കളയേണ്ടതാണ്. അത് എന്നിട്ട് നിങ്ങൾ മുട്ടി നിൽക്കണം. കർത്താവേ, എൻ്റെ കോൺഫിഡൻസ് നിന്നിലാണ്, ഇതിന് എന്ത് സംഭവിച്ചത്? ഇതിന് നമ്മൾ ഉടമ്പടി വരണത്, ഇതിൻ്റെ അകത്ത് മെരിറ്റ് എന്തുമാത്രം കുറയുന്നു. മെരിറ്റ് കുറയണതല്ല പ്രശ്നം. നമ്മുടെ പ്രോബ്ലം ഒരു ഈവൻ്റ് ഹാപ്പൻ ചെയ്യുക, അത് ദൈവിക നടപടിക്രമം ഉണ്ടാകുക, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മെരിറ്റ് കുറഞ്ഞിരിക്കുന്നത് കൊണ്ടോ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. ഉടമ്പടി ബേസിക്കായിട്ടൊരു പുതിയ സബ്ജക്റ്റാണ്. അത് നമ്മൾ നൊവേനയും ജപമാലയും അതുപോലെ മറ്റ് പ്രാർത്ഥനാ രീതികളെ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം സിംഗിൾ എഡ്ജഡ് പ്രെയറാണ്. ഉടമ്പടി ഒരു ഡബിൾ എഡ്ജഡ് ആയിട്ടുള്ള പ്രെയറാണ്. നിന്നെ ഒരു കക്ഷിയാക്കുന്നു, ദൈവം വേറൊരു കക്ഷിയാണ്. ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ബെർത്ത് ഉടമ്പടി എന്ന് വെച്ചാൽ ഒരു റിലേഷനിലേക്ക് നീ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം താത്വികമായി മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പം അച്ഛൻ എന്താ പറഞ്ഞത്? ഇപ്പം നിങ്ങൾ മെരിറ്റിൽ റിലേ ചെയ്യരുത്, അല്ല, നിങ്ങളുടെ മെരിറ്റിൽ റിലേ ചെയ്ത് നിങ്ങൾ സ്പീക്ക് ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വസ്തുവിന് കടമാണ്, അതുകൊണ്ട് എനിക്ക് ബാങ്കിൽ ലോൺ കിട്ടണില്ല, അങ്ങനെ നിങ്ങൾ അപ്പോൾ കടങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തും. അപ്പോൾ സോ ദാറ്റ് ബാങ്കുകാരൻ നമുക്ക് ലോൺ തരുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നിട്ട് മാനുഷികമായി നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യും. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഇതിനേക്കാൾ മെച്ചമായിട്ട് ദൈവത്തിന് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയും. ദൈവത്തെ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വിഷയത്തെ കക്ഷി ചേർക്കണം? അതാണ് ഉടമ്പടി അന്വേഷിക്കുന്ന പ്രഥമമായിട്ടുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മെരിറ്റ് കുറയുന്നു. ശ്രദ്ധിക്കുക, യോഗ്യത, മെരിറ്റ് മീൻസ് യോഗ്യത കുറയുന്നു എന്ന് പറയുന്നത് ഉടമ്പടിയിൽ ഒരു മെരിറ്റല്ല. ഉടമ്പടിയെ മെരിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, യോഗ്യത എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗ്യത ഒരു 35% കുറഞ്ഞാൽ ബാക്കി 65% ബ്ലാങ്ക് അല്ലേ? അത് എൻക്രീസ് ചെയ്യണം. മനസ്സിലായില്ലേ? അതിങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കരുത്. നിങ്ങളുടെ മെരിറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് വായിട്ട് നോക്കിയിരിക്കരുത്. മെരിറ്റ് കുറഞ്ഞു, അത് 35% ആയെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് വേണ്ടത്ര മാർക്കില്ല, നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾക്ക് ബോഡി വെയിറ്റ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾ പെർപ്ലക്സ്ഡ് ആണ്, നിങ്ങൾ വേർതിരിക്കുന്നു, നിങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങൾ കൈ വേർക്കുന്നു, നിങ്ങൾ ബബിൾ ചെയ്യുന്നതനുസരിച്ച് എല്ലാം നെഗറ്റീവ് മാർക്ക് അടിച്ചു വരുന്നു, നിങ്ങൾക്കിതിന് മെരിറ്റില്ല. ഓക്കെ, പക്ഷേ അതുകൊണ്ട് കഥയില്ല. നിങ്ങൾക്ക് മെരിറ്റ് കുറഞ്ഞ് 35% മെരിറ്റ് ചുരുങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 65% എൻകറേജ് ചെയ്യണം. ഉടമ്പടി ഒരു മാത്തമാറ്റിക്കൽ പ്രെയറാണ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണിത്. അതായത് 65% നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് 30% മെരിറ്റുള്ളൂ, ദൈവം എന്നെ സഹായിച്ചോളൂ എന്ന് പറഞ്ഞിരിക്കരുത്. ഈ മെരിറ്റ് 35% ഉള്ളൂ എങ്കിൽ ബാക്കി 65% ബ്ലാങ്ക് അല്ലേ? ഈ ബ്ലാങ്കിലേക്ക് നിങ്ങൾ വരപ്രസാദം നിറക്കണം. മനസ്സിലായില്ലേ? അത് എൻകറേജ് ചെയ്യണം. കാര്യം ബൈബിൾ എപ്പോഴും നിൽക്കുന്ന നമ്മുടെ ശക്തിയും കൃപയും ഏതാണ്ട് ഒരേ ലെവലിലാണ്. അതായത് ശക്തിയിൽ നിന്നാണ് കൃപ വരുന്നത്, കൃപയിൽ നിന്നാണ് ശക്തി വരുന്നത്, കൃപയും ശക്തിയും ഒന്നാണോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇനിയും പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, കൃപ പറയുന്നിടത്ത് വെച്ച് ദൈവവചനം ശക്തിയെക്കുറിച്ച് സംസാരിക്കും. മനസ്സിലായില്ലേ? കൃപയെക്കുറിച്ച് പറയുന്നിടത്ത് വെച്ച് ദൈവം ശക്തിയെക്കുറിച്ച് സംസാരിക്കും. ശക്തി എന്ന് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 2 കൊറിന്ത്യർ വായിച്ചോളൂ 12:9. സ്തുതിക്കട്ടെ ഹല്ലേലൂയ.
2 കൊരിന്ത്യർ 12:9 വായിച്ചോളൂ. എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു. ഏറ്റു പറഞ്ഞേ, എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു. നിനക്ക് എന്റെ കൃപ മതി. നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഈ വാക്ക് ഒന്നിനു പറഞ്ഞ്, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ശക്തി പ്രകടമാകണത് എന്നല്ല പറയണത്. എന്താണ് ശക്തി? അതിൻ്റെ ഫുൾ സ്വിങ്ങില് പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നത് എവിടെ വെച്ചാണ്? ബലഹീനതയിലാണ്. ബലഹീനത എന്ന് പറയുമ്പോൾ ഉടമ്പടി ഭാഷയിൽ എന്താണ്? മെറിറ്റ്ലെസ് ആണ്, യോഗ്യത കുറഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പോഴേ എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകണമെന്ന് പറയുമ്പോൾ മെറിറ്റ് കുറയുമ്പോഴാണ് അതനുസരിച്ചുണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. അത് രണ്ടും ഒന്നാണ്. എഫെസ്യസ് 2:8, 2 കൊരിന്ത്യർ 12:9 സെയിമാണ്. വൺ ആൻഡ് സെയിം, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യേണ്ട വചനങ്ങളാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ മെറിറ്റിന് അവിടെ എഫേസ്യൻസിൽ പറഞ്ഞത് എന്താണ്? മെറിറ്റ് കുറവാണ് എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ മെറിറ്റ് എഫെസ്യൻസിൽ 2:8 മെറിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇനി മെറിറ്റ് കുറവാണ് എന്ന് പറയുന്നതിന് പകരം കൊറിന്ത്യൻസ് എന്താ പറയണത്? ബലഹീനതയിലാണ് എന്ന് പറയും. അവിടെ മെറിറ്റ് ഇല്ല എന്നർത്ഥം അല്ലേ? അപ്പോഴേ എന്നിട്ട് എന്ത് ചെയ്യും? ബലഹീനതയിൽ എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ബലഹീനതയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? ബലഹീനതയിലാണ്. ഒന്ന് പറഞ്ഞേ, ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി. അത് ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി പ്രവർത്തിക്കുന്നത്. അപ്പോഴേ നമ്മൾ അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയും, when I am weak then I am strong. ഇൻ കേസ് നിങ്ങൾക്ക് മെറിറ്റ് കുറയുന്നു അല്ലേ? എൻ്റെ പേര് ആശ ബാബു. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മാളയിലാണ് എൻ്റെ സ്ഥലം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് 8/8/2018 സെപ്റ്റംബർ മാസത്തിലാണ്. ഞാൻ 6 നിയോഗങ്ങൾ ഇവിടെ സമർപ്പിച്ചിരുന്നു. അതിന് ഒന്നാമത്തെ നിയോഗം 37 വർഷമായിട്ട് എൻ്റെ അപ്പച്ചൻ്റെയൊക്കെ പാർട്ടീഷൻ നടന്നിരുന്നില്ല. പല പ്രശ്നങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോകായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 9 മാസങ്ങൾക്ക് ശേഷം ഭംഗിയായി പാർട്ടീഷൻ നടക്കാൻ സാധിച്ചു. പിന്നെ 30 വർഷമായിട്ട് എൻ്റെ അപ്പച്ചന് മദ്യപാനം എന്ന ശീലമുണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്ത് 4 മാസങ്ങൾക്ക് ശേഷം ഇന്ന് വരെ അപ്പച്ചൻ മദ്യം കഴിച്ചിട്ടില്ല. പിന്നെ അപ്പച്ചൻ്റെ ഒരു പെങ്ങളുണ്ടായിരുന്നു, കല്യാണം കഴിച്ചിട്ടില്ല, ആൾക്ക് ഒരു ഭവനം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 9 മാസങ്ങൾക്ക് ശേഷം നല്ലൊരു ഭവനം നൽകി മാതാവ് അനുഗ്രഹിച്ചു. എൻ്റെ പേര് സജിനി സജി. ഞാൻ എറണാകുളം ജില്ലയിലെ പൂത്തോട്ട എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2019 ജൂൺ 13 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. എനിക്ക് അതിൽ 4 നിയോഗങ്ങൾ മാതാവ് ഈശോയിൽ നിന്ന് സാധിച്ചു തന്നു. ഞാനത് നേരത്തെ ഇവിടെ വന്ന് ഇപ്പോൾ 2ാമത്തെ സാക്ഷ്യം പറയലാണ്. ഞാൻ നേരത്തെ വന്ന് പറഞ്ഞിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം കൂടി എനിക്ക് മാതാവ് ഈശോയിൽ നിന്ന് സാധിച്ചു തന്നു. എൻ്റെ ഭർത്താവിന് 30 വർഷമായിട്ട് സിഗരറ്റ് വലി ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും മാതാവ് അത് മാറ്റിത്തന്നു. 2ാമത്തേതായിട്ട് എൻ്റെ ചേച്ചിയുടെ മകന് 3 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. അവർക്കത് ഉടമ്പടി പുതുക്കി കിട്ടാതിരുന്നത് കൊണ്ട് അവർ നിർത്തിക്കളഞ്ഞു. അപ്പോൾ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു പെൺകുഞ്ഞിനെ തന്ന മാതാവ് അനുഗ്രഹിച്ചു. 3ാമതായിട്ട് എൻ്റെ മകൾക്ക് BCAക്ക് പഠിക്കുകയായിരുന്നു. അവൾക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാകുവാനും പിന്നെ PG കോഴ്സായ MSc കമ്പ്യൂട്ടർ സയൻസിന് ചേർക്കുവാനും മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അടുത്തതായിട്ട് എൻ്റെ ഭർത്താവിന് ചൊറിച്ചിൽ രോഗമുണ്ടായിരുന്നു. അത് 3 മാസമായിട്ടുള്ളതായിരുന്നു. അതും ഇവിടുത്തെ ഉടമ്പടി തൈലം പുരട്ടി അതും മാറ്റിത്തന്നു.
എൻ്റെ ഭർത്താവിനുണ്ടായിരുന്ന ജോലി കൊറോണ കാലഘട്ടം വന്നപ്പോൾ അത് കൊറോണ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടതിൻ്റെ ഫലമായിട്ട് പുതിയൊരു ജോലി, നല്ലൊരു ജോലി തന്ന് മാതാവ് ഞങ്ങളെ സഹായിച്ചു. പിന്നെ എനിക്ക് ഉടമ്പടിയിൽ കിട്ടാത്ത ഒരു അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ 50 നോമ്പ് സമയം മുതൽ എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അത് പൂർണ്ണമായും മാറ്റിത്തന്നു. പിന്നെ എൻ്റെ ഭർത്താവിന് സ്ട്രോക്ക് വന്നിരുന്നു കഴിഞ്ഞ നവംബറിൽ. അതും ഞങ്ങൾക്ക് ഒരു പൈസ പോലും ഇല്ലായിരുന്നു. ഞങ്ങളൊരു മാതാവിൻ്റെ ഒരു പെട്ടി അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. മാതാവിന് എല്ലാവരോടും 1 രൂപയും 10 രൂപയൊക്കെ നേർച്ചയിടെന്ന് പറഞ്ഞ് ഞാനത് ഇവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ പെട്ടിയിലിടും. അങ്ങനെ ഇട്ട പൈസ മാതാവിനോട് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മരുന്നിന് പോയത്. അവിടെ നിന്നും ഒരു പൈസ പോലും ഇല്ലാതിരുന്ന സമയത്ത് സ്ട്രോക്ക് വരികയും ICUയിൽ കയറ്റുകയും അവിടെ നിന്ന് ഞങ്ങൾക്ക് 55,000 രൂപയുടെ അടുത്ത് അവിടെ പൈസ ചിലവാകുകയുണ്ടായി. അതും ഞങ്ങൾക്ക് മാതാവ് ഒരു കടവും കൂടാതെ ഞങ്ങൾക്ക് അവിടുന്ന് പോരുവാനും സുഖപ്പെടുത്തിയും തന്നു. പിന്നെ എൻ്റെ ഭർത്താവിന് വണ്ടി അപകടം 2 പ്രാവശ്യം വണ്ടി അപകടം ഉണ്ടായി. അതിൽ നിന്നും മാതാവ് ഞങ്ങളെ കാത്ത് ഞങ്ങളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. മാതാവ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി, പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഷേർലി, ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. 2016 ഡിസംബർ മുതൽ ഞാനിവിടെ വരുന്നുണ്ട്. 2017 തന്നെ ഉടമ്പടി എടുത്തു. ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞതാണ്. ഇപ്പം ഉടമ്പടി അന്ന് തൊട്ടേ പുതുക്കുന്നുണ്ട്. അപ്പോൾ 2020 ഓഗസ്റ്റ് മാസം എനിക്കൊരു വയറുവേദന വന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ടപ്പോൾ അപ്പൻഡിസൈറ്റിസ് ആണ്, 8 mm മുകളിലായതുകൊണ്ട് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ പേടിയായതുകൊണ്ട് ഞാൻ ഉടമ്പടിയിൽ വിശ്വസിച്ചു. അമ്മയുടെ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വയറുവേദന വന്നു. ഞാൻ വീണ്ടും പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അപ്പൻഡിസൈറ്റിസ് കാണാനില്ല, പകരം ലിവർ സിറോസിസിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ ഉടമ്പടി തൈലവും ഉടമ്പടി വസ്തുക്കളും ഉപയോഗിച്ചു. അന്നിവിടെ വരാൻ പറ്റത്തില്ലായിരുന്നു, എങ്കിലും ഞാൻ നവംബർ മാസത്തിൽ ഇവിടെ വന്നു. ഓൺലൈനിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കഴിഞ്ഞ 2021 ഏപ്രിൽ 19 ഞാനിവിടെ വന്നു ഉടമ്പടി പുതുക്കി. ബഹുമാനപ്പെട്ട അച്ഛനെ കാണാൻ അവസരം കിട്ടി. അച്ഛനോട് ഞാൻ ലിവറെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ തന്നെ അച്ഛൻ എന്നോട് എവിടെയാണെന്ന് വെച്ചാൽ കൈ വയ്ക്കാൻ പറഞ്ഞു. ഞാൻ കൈവച്ചു. അച്ഛൻ എൻ്റെ കയ്യിൽ തൊട്ട് അച്ഛൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നീട് ലിവർ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം നോർമലായിട്ട് കണ്ടു. പിന്നീട് ഇപ്പം ഞാൻ ഏതാണ്ട് 10 മാസത്തോളമായി മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ ലിവറിൻ്റെ പ്രശ്നം മൂലം ദേഹം മുഴുക്ക ചൊറിഞ്ഞ അലർജി ആയിരുന്നു. ആ അലർജിയും തൈലം പുരട്ടി, ഓയിൻമെൻറ്റിനേക്കാൾ കൂടുതൽ ഓയിൻമെൻറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല, തൈലമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. തൈലം ഉപയോഗിച്ച് എൻ്റെ എല്ലാ അലർജി രോഗങ്ങളും അമ്മ മാതാവ് മാറ്റിത്തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുകൂടാതെ ഞാനൊരു ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിനായിരുന്നു 2018 ഉടമ്പടി എടുത്തത്. ട്രാൻസ്ഫർ കിട്ടിയെങ്കിലും വീണ്ടും വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തോട്ടായിരുന്നു. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വീട്ടിലോട്ട് വഴിയില്ലായിരുന്നു. വഴിക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിനടുത്തോട്ട് തന്നെ. എത്ര വർഷമായിട്ട് വഴിയില്ലായിരുന്നു? വഴി ഇപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് സ്കൂളിനടുത്തോട്ട് തന്നെ 8 സെൻറ്റ് വസ്തു വാങ്ങിച്ച് നല്ലൊരു വീട് വയ്ക്കാനായിട്ട്, ഞാൻ എൻ്റെ പ്രതീക്ഷയെ പോലും ഉള്ള കാര്യമല്ലായിരുന്നു, നല്ലൊരു വീട് വയ്ക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ വീട് വെച്ചപ്പോൾ കിണർ വെട്ടിയപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു. പിന്നീട് കിണർ വെട്ടാൻ താഴോട്ട് പറ്റത്തില്ലെന്നാണ് വെട്ടുന്ന ആളുകൾ പറഞ്ഞത്. ഞാൻ പിന്നെ ഉപ്പും മാതാവിൻ്റെ കാശുരൂപവും കിണറ്റിലിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതുകൂടാതെ എൻ്റെ മകൾക്കൊരു പേപ്പർ പോയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അവൾക്കത് കിട്ടി. BEdന് അഡ്മിഷൻ കിട്ടി. എൻ്റെ മകന് BComന് ഫസ്റ്റ് സെമസ്റ്റർ എല്ലാ പേപ്പറുകളും ക്ലിയർ ചെയ്തു. കൂടാതെ എൻ്റെ ഒരു ഫ്രണ്ടിന് പിന്നെ ബ്ലഡിൽ കൗണ്ട് കുറയുന്നൊരു രോഗം വന്നു.